നമസ്കാരം. കേരളത്തിലെ ജനങ്ങളെയും കേരളത്തെയും കടത്തിന് മേൽ കടമാക്കി ശ്വാസം മുട്ടിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രിയുടെ ധൂർത്തിനും ധാർഷ്ട്യത്തിനും ഇപ്പോഴും ഒരു കുറവില്ല. അഹങ്കാരം തന്നെയാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ മുങ്ങി നിൽക്കുന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദവി അലങ്കരിക്കുന്ന പിണറായി വിജയന് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഖജനാവിനെ പറ്റി ഒരു ചിന്തയുമില്ല എന്നത് വ്യക്തമാണ്. 5 മാസത്തെ ക്ഷേമ പെൻഷൻ പോലും നൽകാത്ത സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് കൺട്രോൾ റൂം നവീകരിക്കാൻ ലക്ഷങ്ങൾ ചെലവാക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കാലിത്തൊഴുത്ത് മുതൽ ചുറ്റുമതിൽ വരെ കോടികൾ ചെലവഴിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ സർക്കാരിനി നവീകരിക്കാൻ പോകുന്നത് പോലീസ് കൺട്രോൾ റൂമാണ്. അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, മുഖ്യമന്ത്രിക്ക് വേണ്ടി. ഇതിനായി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വകുപ്പായ പൊതുമരാമത്ത് ടെൻഡർ ക്ഷണിച്ചു. 16.31 ലക്ഷത്തിനാണ് പോലീസ് കൺട്രോൾ റൂം നവീകരിക്കുന്നത്. എന്തെല്ലാം നവീകരണ പ്രവർത്തനമാണ് നടക്കുന്നതെന്ന് ടെൻഡറിൽ ഒന്നും തന്നെ വ്യക്തമായിട്ടില്ല. ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ 2 ആണ്. ഇതുകൂടാതെ ക്ലിഫ് ഹൗസിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സ്ഥാപിക്കുന്നതിനും ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. 5.8 ലക്ഷമാണ് ലാൻഡ് നെറ്റ്വർക്കിന് ചെലവ്. നാളെ വരെയാണ് ഇതിന് ടെൻഡർ സമർപ്പിക്കേണ്ട സമയം. ടെൻഡറിലെല്ലാം വ്യക്തമല്ല. അതിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും വൻ അഴിമതിയാണ് നടക്കാൻ പോകുന്നതെന്ന്. ക്ലിഫ് ഹൗസ് നവീകരണത്തിന് കോടികളാണ് സർക്കാർ ചെലവിടുന്നത്. ഇതിന് ഏറിയ നിർമ്മാണ പ്രവർത്തനങ്ങളും ചെയ്തിരിക്കുന്നത് ഊരാരുങ്കൽ സൊസൈറ്റിയാണ്. ഊരാരുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഊരാരുങ്കൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റഡാറിലാണ് എന്നതും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ടെൻഡറിലെ സുതാര്യത സംബന്ധിച്ച് ആരോപണങ്ങളുണ്ട്. 2021 മാത്രം 2.19 കോടിയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് ക്ലിഫ് ഹൗസിൽ നടന്നത്. കാലിത്തൊഴുത്തിന് 42.50 ലക്ഷവും ടോയ്ലറ്റിന് 3.79 ലക്ഷവും സുരക്ഷ വർദ്ധിപ്പിക്കാൻ എന്ന പേരിൽ 39 ലക്ഷവും ടാറിങ്ങിന്റെ പേരിൽ 1.55 ലക്ഷം രൂപയും CCTVയുടെ പേരിൽ 15.89 ലക്ഷവുമാണ് ക്ലിഫ് ഹൗസിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ പൊതു ഖജനാവിൽ നിന്ന് എടുത്തിട്ടുള്ളത്. മൺസൂണിന് മുന്നോടിയായി അറ്റകുറ്റപ്പണിക്കായിട്ട് 1.69 ലക്ഷവും ഡീസൽ ജനറേറ്ററിനായി 6 ലക്ഷവും കർട്ടന്റെ പേരും പറഞ്ഞ് 7 ലക്ഷവും പോലീസിന്റെ ബാരിക്കോഡ് എന്ന് പറഞ്ഞിട്ട് 72 ലക്ഷവും മരത്തിന്റെ ചില്ലു മുറിച്ചത് എന്ന പേരും പറഞ്ഞിട്ട് 1.77 ലക്ഷം രൂപയാണ്. അങ്ങനെ 100,000 കാരണങ്ങൾ പറഞ്ഞ് പൊതു ഖജനാവിൽ നിന്ന് ക്ലിഫ് ഹൗസിന്റെ പേരും പറഞ്ഞ് കോടിക്കണക്കിന് രൂപ പിണറായി വിജയനും മരുമകനും കൂടെ ചെലവാക്കുന്നത് വ്യക്തമാണ്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ നവീകരണ പ്രവർത്തനങ്ങൾ തുടരുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം ചിഹ്നമായി തന്നെ നിൽപ്പുണ്ട്. ക്ഷേമ പെൻഷൻ അടക്കം 5 മാസത്തെ കുടിശ്ശിക നിലനിൽപ്പുണ്ട്. പോലീസ് കൺട്രോൾ റൂമിന് ടെൻഡർ സമർപ്പിക്കാനുള്ള തീയതി 2-ാം തീയതി എത്തി. പോലീസ് കൺട്രോൾ റൂമിനൊക്കെ ഇത്ര പണം വേണോ എന്നൊരു ചോദ്യവും പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഉന്നയിക്കുന്നുണ്ട്. നഗരത്തിൽ പോലീസ് വാഹനത്തിന് ഇന്ധനം നിറയ്ക്കാനുള്ള പണമില്ല. പക്ഷേ ഇതുപോലത്തെ ധൂർത്തിന് ഒരു കുറവുമില്ല. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഇനി മുതൽ പോലീസിന് പണം നൽകില്ല എന്ന്. കാരണം 1 കോടിയല്ല, കോടിക്കണക്കിന് രൂപയുടെ കടം ഉണ്ട് പെട്രോൾ പമ്പിൽ നൽകാനായിട്ട്. അത് മാത്രമല്ല, സപ്ലൈകോ 50ാമത്തെ വാർഷികവുമായി ബന്ധപ്പെട്ട് സപ്ലൈകോയിൽ ഗ്രാൻഡ് ആയിട്ടൊരു പ്രോഗ്രാം അയ്യങ്കാളി ഹാളിൽ വെച്ച് നടത്തുകയുണ്ടായി. പക്ഷേ 50ാം വാർഷികമാണ്. അപ്പോൾ സപ്ലൈകോയിൽ എല്ലാവർക്കും ഡിസ്കൗണ്ട് എന്ന രീതിയിൽ ഒരു ബിഗ് സെയിൽ വെച്ചു. അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇത്രയും ചെലവാക്കിയ കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിൽ സപ്ലൈകോയിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാം, സപ്ലൈകോയിലേക്ക് സാധനങ്ങൾ എത്തിക്കാം. ഞെളിഞ്ഞിരുന്നുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ പോലീസിന്റെ ബീക്കൺ ലൈറ്റിംഗ് കത്തിച്ച് ചീറിപ്പാഞ്ഞു പോകുന്ന പിണറായി വിജയൻ ഒരു കാര്യം ഓർക്കണം. നിങ്ങൾക്ക് കുട പിടിക്കുന്നതും എസ്കോർട്ടിന് വെക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഓരോ നിമിഷവും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ 1000 പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. അത് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണണം. അല്ലാതെ ഇരിക്കുന്ന കസേരയെന്ന് ഒരു പിടി ഇറങ്ങാത്ത DGPക്ക് കാലാവധി നീട്ടിക്കൊടുത്തിട്ട് ഇരിക്കുന്ന പോലീസ് സംവിധാനത്തിന്റെ ഒരു മന്ത്രിയല്ല വേണ്ടത്. നട്ടലുള്ള ഒരു പോലീസ് മന്ത്രിയാണ് പോലീസ് ഫോഴ്സിന് വേണ്ടത്. പോലീസിന്റെ പ്രശ്നങ്ങൾ പഠിച്ച് അവർക്ക് എന്തൊക്കെയാണ് പ്രോബ്ലം എന്നുള്ളത് അതിനൊരു ശാശ്വതമായ പരിഹാരം മുഖ്യമന്ത്രി എന്ന നിലയിൽ കാണണം. ക്ലിഫ് ഹൗസിന്റെ പേരും പറഞ്ഞ് PR ഏജൻസികൾക്കും കൺസൾട്ടൻസി ഏജൻസികൾക്കൊക്കെ സെക്രട്ടേറിയറ്റിന്റെ വാതികൾ തുറന്നു കൊടുത്ത് പാവപ്പെട്ട ജനങ്ങൾക്ക് അവിടെ എത്തിപ്പെടാൻ പോലും പറ്റാത്ത തരത്തിൽ തോക്കും പിടിച്ച് ഏന്തി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും അല്ലെങ്കിൽ സൈനിക ഉദ്യോഗസ്ഥരെയും അല്ല അവിടെ നിർത്തേണ്ടത്. രാഷ്ട്രീയ നേതാവാണ്, അതിനുള്ള ഒരു ഇതെങ്കിലും കാണിക്കണം. ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നാട്ടുകാരടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നത് പോലെ അതിവിദൂരമല്ല, പാർട്ടി തന്നെ കഴുത്തിനെ പിടിച്ച് തൂക്കി പുറത്തേക്ക് എറിയാൻ ഇനി അധിക സമയം വേണ്ടി വരില്ല എന്നത് വ്യക്തമാണ്.